ഇന്നൊരു വെറൈറ്റിക്ക് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷനപ്പ് ആയിട്ട് ആ ഫേസിൽ സ്കിൻ കെയർ റൂട്ടീൻ ഒക്കെ ചെയ്യാണ്. രാവിലെയും രാത്രിയും ഇത് പതിവാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് നേരെ പ്രാർത്ഥിച്ചിട്ടാണ് കിച്ചണിലേക്ക് പോകാറുള്ളൂ. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നന്നാവണമല്ലോ. പിന്നെ ബേസ്മെന്റ് ക്ലീൻ ആക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഐറ്റാണ് കേട്ടോ. ക്ലോക്ക് വർക്ക് ചെയ്യില്ല, പക്ഷേ ഡേറ്റും ഡേയും എന്നും ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിൽക്കുന്ന നമ്മുടെ കഥാനായകൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് പതിവ് പോലെ. രാവിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ്. നാളെ ദോശയ്ക്ക് വേണ്ടിയിട്ട് അരിയും ഉഴുന്നും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് കഴുകി വെള്ളത്തിലിടണം. പിന്നെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ രാവിലെ ഉണങ്ങി ഇരിപ്പുണ്ട്. അപ്പൊ അതെല്ലാം എടുത്ത് അതാത് പ്ലേസിൽ വെച്ചാലാണ് എനിക്കൊരു സന്തോഷം വരിക. അരിയും അടുപ്പത്തിട്ട് ഞങ്ങൾക്കുള്ള ചായക്കുള്ള പാലും കൂടെ വെച്ചപ്പോഴത്തേക്കും എന്റെ ജോലി ഏറെക്കുറെ രാവിലത്തെ കഴിഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ എനിക്ക് ചായ നല്ല അടിച്ച് പതപ്പിച്ച് കിട്ടുന്നതാണ് കേട്ടോ ഇഷ്ടം. പണ്ട് ഞാൻ പാലും മാത്രമേ കുടിക്കുള്ളായിരുന്നു, ചായ ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷെ ഒരു കല്യാണം കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, ചായയുടെ ആളായി മാറി ഞാൻ. എനിവേസ്, ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റോയിച്ചെന്താ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. സാധാരണ കുഞ്ഞിപ്പെണ്ണാണ് കേട്ടോ ലാസ്റ്റ് എഴുന്നേക്കാറ്. പക്ഷെ ഇപ്പൊ വെക്കേഷൻ തുടങ്ങിയതിന് ശേഷം ഐറൂട്ടിയാണ് കേട്ടോ ആദ്യം എഴുന്നേറ്റ് വരിക. അച്ചോടാ എന്ത് ക്യൂട്ടാണല്ലേ. ഐറൂട്ടി ഇപ്പോഴും ഉറക്കച്ചടവിൽ തന്നെയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റോങ്കുട്ടനും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. റോങ്കുട്ടൻ സാധാരണ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം എന്റെ കൂടെ കെട്ടിപ്പിടിച്ചും കളിച്ചും ഒക്കെ നിന്നിട്ടാണ് കേട്ടോ ബ്രഷ് ചെയ്യാൻ പോകാറുള്ളൂ. വെക്കേഷൻ തുടങ്ങിയതിന് ശേഷം റോങ്കുട്ടൻ ബ്രഷ് ചെയ്ത് വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കളിയാണ് കേട്ടോ. അവന്റെ ട്രക്ക് വെച്ചിട്ട് അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ട്രക്കും കൂടിയാണിത്. ഇതിനെ ട്രക്ക് എന്ന് തന്നെയാണോ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല. എനിവേസ്, ഈ ഒരു കാറ് അവൻ കുറച്ചു നേരം കളിക്കും. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വരിക. പിള്ളേർക്ക് ഇന്ന് സീരിയൽ മിൽക്കാണ് എന്നത്തെ പോലെ തന്നെ. റോങ്കുട്ടൻ ഇന്നൊരു വെറൈറ്റിക്ക് കോൺഫ്ലേക്സ് ആണ് കേട്ടോ പിടിച്ചേക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിള്ളേരുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് കുമോണാണ്. അതും കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവരുടെ ഗെയിമിലേക്കും ടിവിയിലേക്കും ഒക്കെ പോവാറുള്ളൂ. ഈ തുണിമടക്കലുകൾ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇടയ്ക്കെങ്കിലും ആലോചിച്ചു പോകുന്നത് റോയിച്ചിന്റെ ഷർട്ടുകൾ എന്റെ കയ്യിൽ കിട്ടുമ്പോഴാണ് കേട്ടോ. എനിക്ക് പൊതുവെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ ഷർട്ട് മടക്കുക എന്ന് പറയുന്നത്. പക്ഷേ മടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം കൂടിയാണ് കേട്ടോ. എല്ലാ ഷർട്ടും മടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും, ഒരു വീട്ടിൽ എന്തിനാണ് കർത്താവ് ഇത്രയും മുറികളെന്ന്, അതുകൊണ്ടാണല്ലോ ഇത്രയും മെസ്സൊക്കെ വരുന്നതെന്ന്. ഇത് നമ്മുടെ ബേസ്മെന്റിലുള്ള സ്റ്റോറേജ് റൂമാണ് കേട്ടോ. കഴിഞ്ഞ വർഷമാണെന്നാണ് എന്റെ വിശ്വാസം ഇതേ സ്റ്റോർ റൂം ഞാനും റോയിച്ചിനും കൂടെ ക്ലീൻ ആക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല അടിപൊളിയാക്കി വെച്ച മുറിയാണ് ഗൈസ്. ഒരു വർഷം കൊണ്ട് ഇതുപോലെ ആയിരിക്കുന്നത്. എന്തായാലും ഈ മുറി അടുക്കും ചിട്ടയോടുകൂടി വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായതുകൊണ്ട് ഈ മുറിയിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. ഇതൊക്കെ എന്റെ തുണികളാണ്. എന്റെ കല്യാണം മുതൽക്കേ ഉള്ള എന്റെ സാരികളും എന്റെ ചുരിദാറുകളും ഒക്കെയാണ്. അതെല്ലാം ഒന്ന് അലമാരിക്കടെ അടുക്കി ഒതുക്കി വെക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട്, ഈ മുറി അല്ലാതെ വേറൊന്നും ഇല്ലാത്തത് കൊണ്ടും ഈ മുറിയിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാ ആ മൂലയെന്ന് അങ്ങ് തുടങ്ങുമല്ലേ. ഈ കാണുന്ന പെട്ടി ഏതാന്ന് മനസ്സിലായോ? എന്റെ എക്സസൈസ് ബോക്സ് ആണ് ഗൈസ്. ആമസോണിൽ നിന്ന് ഒരുപാട് പൈസ കൊടുത്തൊക്കെ ഞാൻ മേടിച്ചിട്ട് ഒരാഴ്ചയോളം ഒക്കെ ഞാൻ ചെക്ക് ചെയ്തു കേട്ടോ ആ ബോക്സ് നല്ലതാണോ എന്ന്. വളരെ നല്ല ബോക്സ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് ഒരു പോറൽ പോലും ഏക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മൂലയിലേക്ക് വെച്ചതാണ് ഗൈസ്. പക്ഷെ നമുക്കത് എടുക്കേണ്ടിയിരിക്കുന്നു. ഇനി മുതൽ എക്സസൈസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ എന്ന് ദൈവത്തിന് മാത്രം അറിയാം. അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ നിധി കിട്ടുന്നത് പോലെ അതും ഇതും ഒക്കെ കിട്ടുന്നുണ്ട്. എല്ലാം ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ തന്നെ ഞാനത് കാണിക്കുന്നത്. ഇനി എന്നെങ്കിലും അത് എവിടെയാ ഇരിക്കുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടണമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു പപ്പി, ഇത് എനിക്ക് എന്റെ അമ്മ സൗദിയിൽ നിന്ന് കൊണ്ടു തന്നാണ് കേട്ടോ. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പപ്പി കൂടിയായിരുന്നു. അതുകൊണ്ട് നാട്ടിൽ പോയപ്പോൾ എന്റെ അപ്പനോട് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു കാര്യമില്ല വെറുതെ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ബോക്സിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഈ ലോകത്ത് ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാ. എന്നെ പോലെ വട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയണ്ടേ. ഈ പഴയ സാധനങ്ങൾ, അറ്റാച്ച്മെന്റ്, ഇമോഷണൽ, സെന്റിമെന്റൽ അപ്രോച്ചൊക്കെ ഉള്ള സാധനങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ച് ഇങ്ങനെ ഓരോ ബോക്സിനകത്താക്കി വെക്കുന്നുണ്ടോന്ന് വെറുതെ സ്ഥലം കളയാൻ. പിന്നെ ആ ബോക്സ്, അതിനകത്ത് ഇരിക്കുന്നത് മുഴുവൻ ഡെക്കറേറ്റീവ് പില്ലോസ് ആണ്. എന്തിനാ അത് മേടിച്ചതെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഈ വീട് മേടിച്ച സമയത്ത് റോയിച്ച മേടിച്ചതാണ് കേട്ടോ ഡെക്കറേറ്റീവ് പില്ലോസ് നമ്മുടെ ബെഡ്റൂമിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഈ ഒരു ക്രിസ്മസ് ലൈറ്റ് അത് ക്രിസ്മസിന്റെ ടൈമിൽ മാത്രം വെക്കുന്നതാണ്. പക്ഷെ ഇത് ഇവിടെ എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിവേസ്, അത് അലമാരിക്കകത്തിരിക്കട്ടെ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു സൈഡ് നല്ല അടിപൊളിയാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങൾ ആ അലമാരിയിലേക്കും കൂടെ കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. നിങ്ങൾ കാണുമ്പോൾ ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് വെക്കുന്നു, അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെക്കുന്നു. എന്താ എളുപ്പമല്ലേ, പെട്ടെന്ന് ക്ലീനിങ് ആണ്. പക്ഷെ നല്ല പണി എടുത്തു കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് മടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പണി നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിച്ചെങ്കിലും എന്റെ ഡ്രസ്സസ് അവിടെ നിലത്തിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു സങ്കടം. അതുകൊണ്ട് ഞാൻ വീണ്ടും പണിക്ക് കയറി. ഈ റെഡ് ബോക്സ് എന്ന് പറയുന്നത് എന്റെ ഒരു ആഗ്രഹം മൂത്തിട്ട് റോയിച്ചൻ എനിക്ക് ഈബേന്ന് അമേരിക്കയിൽ നിന്ന് വരുത്തി തന്നതാണ് കേട്ടോ, എന്റെ സ്പൈസസ് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോയി. അപ്പൊ അത് എടുത്ത് മാറ്റി വെച്ചിട്ട് വേറെ കുറച്ച് ബോക്സസ് ഞാൻ മേടിച്ചിട്ട് അതിനകത്താണ് ഇപ്പോൾ സ്പൈസസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ അതിൽ ഞാൻ ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് അത് ഞാൻ ഇങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എന്റെ വയറ് കുറയ്ക്കാൻ വേണ്ടി എനിക്ക് മേടിച്ചു തന്നതാണ്. പക്ഷെ ഞാൻ അത് കെട്ടിയിട്ടില്ല. കാരണം അത് കെട്ടുമ്പോൾ എന്തോ ഭയങ്കര ശ്വാസം മുട്ടൊക്കെ ഫീൽ ചെയ്തുകൊണ്ട് ഞാനത് മാറ്റി വെച്ചു.
പിന്നെ ഞാൻ എന്താ നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും ഒക്കെ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഇഷ്ടവും സന്തോഷവും ഒക്കെ തോന്നിയിട്ടോ. ഇത് എൻ്റെ അമ്മ റോങ്കുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് മേടിച്ചു കൊടുത്താണ്. ഇത് റോയിച്ചിൻ്റെ അമ്മ മേടിച്ചു കൊടുത്താണ്. അപ്പം ഇതൊക്കെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് റോങ്കുട്ടൻ്റെ ജനിച്ച സമയത്തുള്ള ഉടുപ്പുകളാണ്. റോങ്കുട്ടൻ എന്താ പറയുക, ആദ്യമായിട്ട് ഇട്ട കരിവള, പിന്നെ ഇതാ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നപ്പോൾ ഇട്ട ഡ്രസ്സ്, ഇതൊക്കെ ഞാൻ സൂക്ഷിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അവൻ വലുതായി കഴിയുമ്പോൾ അവന് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവൻ്റെ കുട്ടി സോക്സ്, കുട്ടി ഗ്ലൗസ്, അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡ്രസ്സായിരുന്നു ആ സമയത്ത്. ഈ മഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം കൊണ്ട് ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ ആശാൻ. അതുകൊണ്ട് ആ ഒരു മഞ്ഞ ഉടുപ്പ് ഞാൻ സേവ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇത് കുഞ്ഞിപ്പെണ്ണിന്റെ ആണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണിട്ട കരിവളയും അരയിൽ കെട്ടിയ ചരടും ഒക്കെ. റോങ്കുട്ടന്റെ ചരട് എവിടെയോ മിസ്സായി. എനിവേസ് കുഞ്ഞിപ്പെണ്ണിനും ഉണ്ടായിരുന്നു അങ്ങനത്തെ പോലത്തെ ഒരു യെല്ലോ, അതുകൊണ്ട് അത് ഞാൻ സേവ് ചെയ്ത് വെച്ചു. പിന്നെ അവളുടെ ആദ്യത്തെ ഉടുപ്പും സോക്സും ഗ്ലൗസും അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് ആദ്യമായിട്ട് ഇട്ടിട്ട് വന്ന ഉടുപ്പൊക്കെയാണ് കേട്ടോ ഞാൻ സേവ് ചെയ്ത് വെച്ചത്. ഇതാണ് ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ഇട്ടത്. ഈ റോങ്കുട്ടനാണേലും ആയിറൂട്ടി ആണേലും ജനിച്ച സമയത്ത് ഇവിടെ നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ജാക്കറ്റ് മോഡൽ ഉടുപ്പുകളാണല്ലോ ഹോസ്പിറ്റലിൽ നമുക്ക് ഇങ്ങോട്ട് ഇട്ടുകൊണ്ട് വരാൻ പറ്റത്തുള്ളൂ, തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു വൈറ്റ് ഡ്രസ്സ് അത് ആയിറൂട്ടിയുടെ ബാപ്റ്റിസത്തിന്റെ ആണ് കേട്ടോ. ഈ ഒരു ക്രീം ബാപ്റ്റിസത്തിന് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇട്ടിട്ട് പോയതാണ്. ഇത് റോങ്കുട്ടന്റെ ബാപ്റ്റിസത്തിന്റെയാണ്. ഞാൻ എല്ലാം സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് റോങ്കുട്ടന്റെ ഫസ്റ്റ് ബ്ലാങ്കറ്റ് ആണ്. ഐറൂട്ടിയുടെ ഒരു പിങ്ക് ഉണ്ട്, അത് റൂമിനകത്താണ് കേട്ടോ. അവൾ ഇപ്പോഴും ഇടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഐറൂട്ടിയുടെയും റോങ്കുട്ടന്റെ ഒക്കെ ഷൂസ് ആണ് ഫസ്റ്റ് ടൈം അവർ യൂസ് ചെയ്തത്. ഒരുപാടൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് കേട് പറ്റിയിട്ടുള്ളതുകൊണ്ട് ഞാനിങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ ബേബീസ് ഓർമ്മകളെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ഡ്രസ്സസ് എടുത്തു. ഈ ഒരു ഗ്രീൻ ഡ്രസ്സ് റോയിച്ചൻ ആദ്യമായിട്ട് കാനഡയ്ക്ക് വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു വൈൻ റെഡ് വിത്ത് ബ്ലൂ, ഇതൊരു ലാച്ചയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതെന്റെ മധുരം വെപ്പിന് ഞാൻ ഉടുത്തിയ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇപ്പൊ കയറൊന്നുമില്ല, എന്നാലും നമ്മൾ സേവ് ചെയ്ത് വെക്കണമല്ലോ നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഈ ഒരു ഡാർക്ക് പിങ്ക് സാരി, ഇത് ഞാൻ ഒറ്റ പ്രാവശ്യം മാത്രമേ ഉടുത്തിട്ടുള്ളൂ. ഇത് വല്ലാത്തൊരു കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഉടുക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ ഇത് അധികം ഉടുത്തിട്ടില്ല കേട്ടോ. ഒറ്റ പ്രാവശ്യം എടുത്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അതിങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്തിനാണോ എന്തോ. പിന്നെ ഈ ഒരു ഗോൾഡൻ, ഇതെന്റെ കല്യാണ സാരിയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഉടുത്തോണ്ട് പോയ സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്ലൗസും കൂടിയാണ് കേട്ടോ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓണപരിപാടിക്കൊക്കെ ആ ബ്ലൗസാണ് ഇടുന്നത്. പിന്നെ എന്നെ കല്യാണത്തിന് വന്ന ആരൊക്കെയോ എനിക്ക് ഗിഫ്റ്റ് തന്ന കുറച്ച് സാരികളും പിന്നെ റോയിച്ചനായിട്ട് മേടിച്ചു തന്ന കുറച്ച് സാരികളും ഒക്കെ ഉള്ളൂ കേട്ടോ എനിക്ക്. ഇത് എന്റെ കെട്ടുസാരിയാണ്. റോയിച്ചൻ എനിക്ക് കല്യാണത്തിന് മേടിച്ചു തന്ന സാരിയാണ്. അതിന് കെട്ടുസാരി എന്നല്ലേ പറയാ, അതേലോ. അപ്പൊ അതാണ് കേട്ടോ. അതും ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻഗേജ്മെന്റിന്റെ എന്റെ ഡ്രസ്സായിരുന്നു കേട്ടോ ഇത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇത് എൻഗേജ്മെന്റിന് ശേഷം ഞാൻ ഒരു ക്രിസ്മസ് പരിപാടിക്ക് എന്തോ ഇട്ടിട്ടുണ്ട്, ഗ്രീൻ ആൻഡ് റെഡ് ആയതുകൊണ്ട്. അല്ലാണ്ട് ഞാനത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഉടുക്കുന്ന സാരികളും ചുരിദാറുകളും ഒക്കെ അലമാരിക്കകത്ത് വെച്ചിട്ട് ഒരിക്കലും ഉടുക്കില്ല എന്ന് ഉറപ്പുള്ളതും പിന്നെ ഓണത്തിന് മാത്രം ഉടുക്കുന്നതും ഒക്കെ ആയിട്ട് ഈ ഒരു ബാഗിലേക്ക് വെച്ച് ഞാൻ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഗൈസ് എന്റെ സാരി കളക്ഷൻസ്? പഴയ മോഡൽ സാരീസ് ആണ്. കാരണം 2013 എന്റെ കല്യാണം കഴിക്കുമ്പോൾ മുതൽ 2016 വരെ ഉള്ള എന്റെ സാരി കളക്ഷൻസും എന്റെ ചുരിദാർ കളക്ഷൻസും ആണ് കേട്ടോ ഇത്. അതിനുശേഷം ഞാനൊരു ചുരിദാറും മേടിച്ചിട്ടില്ല, ഒരു സാരിയും മേടിച്ചിട്ടില്ല. കാരണം ഞാൻ അവസാനമായിട്ട് നാട്ടിൽ പോയത് 2016 പിന്നെ ഇതുവരെ നാട്ടിൽ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ വേറെ പുതിയ കളക്ഷൻസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയാനും പാടില്ല, ഞാനിട്ട് മേടിച്ചിട്ടുമില്ല. അപ്പൊ എങ്ങനെയുണ്ട് ഗൈസ് എന്റെ സ്റ്റോർ റൂം? ഞാൻ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് നേരെ ചെന്നിട്ട് മീൻ വറുക്കണം. ഇത് സാമൺ ആണ് കേട്ടോ. സാമൺ വറുക്കുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സാമണൊക്കെ വറുത്ത് ഞാനും പിള്ളേരും കൂടെ ലഞ്ചൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ആക്ച്വലി സ്പീക്കിംഗ് ലഞ്ച് ടൈമിന്റെ സമയമൊക്കെ അതിക്രമിച്ചു പോയിരുന്നു. നമ്മളൊരു പണിക്ക് കയറി കഴിഞ്ഞാൽ ആ പണി തീരാതെ നമുക്ക് പിന്നെ അവിടെ നിന്ന് പോരാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതെല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും അങ്ങനെ തന്നെ ആയതുകൊണ്ട് പണിയൊക്കെ തീർത്തിട്ടാണ് ഞാൻ വന്ന് മീനൊക്കെ വറുത്തിട്ട് ലഞ്ച് കഴിക്കുന്നത്. ലഞ്ചൊക്കെ കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ വീടൊന്ന് അടിച്ചിടാന്ന് വിചാരിച്ചു. ഞാൻ ചില ദിവസങ്ങളിൽ രാവിലെ അടിക്കും, ചില ദിവസങ്ങളിൽ വൈകുന്നേരം അടിക്കും. മിക്കവാറും ഒക്കെ രാവിലെ അങ്ങ് അടിച്ചിടാറാ പതിവ്. പിന്നെ വൈകിട്ട് ആ ഡൈനിങ് ടേബിളിന്റെ അടി മാത്രമേ അടിച്ചിടാറുള്ളൂ. പക്ഷെ ഇന്നിപ്പം ഞാൻ രാവിലെ അടിക്കാൻ മടി കാണിച്ചതുകൊണ്ടും ഡേർട്ടി അല്ലാതിരുന്നതുകൊണ്ടും വൈകുന്നേരം ചെയ്യാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം പിള്ളേരുടെ കൂടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കളിക്കല് മസ്റ്റാണ് കേട്ടോ. അപ്പൊ പിള്ളേരുടെ കൂടെ നോർമലി ക്യാച്ച് ദ ബോളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഇന്നിപ്പോ ഡാൻസ് ആയിരുന്നു. അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വന്നതുകൊണ്ട് ഞാൻ ആ ഡാൻസിൽ ഇല്ലാന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ പൊതുവെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അവിടെ ഡാൻസും കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കിച്ചണിലെ പണികളൊക്കെ പെൻഡിങ് വരും. അതുകൊണ്ട് കുറച്ചു നേരമൊക്കെ കളിച്ചിട്ട് പിള്ളേരെ പറ്റിച്ച് ഞാൻ അവിടെ നിന്ന് മുങ്ങിട്ടോ. നമ്മൾ രാവിലെ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിരുന്നല്ലോ, അതൊക്കെ അരച്ചു വെച്ചില്ലെങ്കിൽ നാളെ രാവിലെ നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അരച്ചു. ഞാൻ സാധാരണ ദോശയ്ക്കായാലും അപ്പത്തിനായാലും ഒക്കെ മാവ് അരച്ചിട്ട് പുളിപ്പിക്കാൻ വെക്കുന്നത് അവനകത്താണ് കേട്ടോ. അതിനകത്ത് ബ്രെഡ് പ്രൂഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒരു 2 മണിക്കൂർ ഓണാക്കി വെച്ചേക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് ഞാൻ ആ മാവൊക്കെ അതിനകത്ത് തന്നെ വെച്ചേക്കും കേട്ടോ. പിറ്റേ ദിവസം കാലത്താവുമ്പോഴത്തേക്കും നന്നായിട്ട് അത് പുളിച്ച് പൊങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഞാൻ സാധാരണ മാവൊക്കെ പുളിപ്പിക്കുക. മാവൊക്കെ അരച്ച് വെച്ചപ്പോഴത്തേക്കും റോയിച്ചൻ ജോലി കഴിഞ്ഞ് വന്നു. റോയിച്ചൻ വന്നപ്പോൾ ഒരു കിൻഡൽ സാധനമായിട്ട് കടയിൽ നിന്ന് വന്നു കേട്ടോ. എന്തൊക്കെയാന്ന് നോക്കിക്കേ, കുറച്ച് ഡ്രസ്സസ് ഒക്കെയാണ്. റോങ്കുട്ടിന് കൈയില്ലാത്ത ടോപ്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വീട്ടിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് ടോപ്സ് മേടിച്ചാണ് കേട്ടോ. ആ കൂട്ടത്തിൽ
കുഴപ്പമില്ല, ഐറൂട്ടിക്ക് ഒന്നും മേടിച്ചില്ല, വിഷമാവുമല്ലോ എന്ന് ഓർത്തിട്ട് ഐറൂട്ടിക്ക് ഒരു പജാമ മേടിച്ചു. അപ്പോൾ പിന്നെ ഞാൻ പരാതി പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു വീട്ടിലിടാൻ ഒരു പാൻറ്റ് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഡയറ്റിന്റെ ഭാഗമായിട്ട് ഡിന്നറൊക്കെ നേരത്തെ കഴിക്കാറുണ്ട്. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് ഡിഷ് വാഷറിലേക്ക് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളൊന്നും അറിയണ്ടല്ലോ, നമ്മൾ കിടന്നുറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഈ പാവം അതെല്ലാം കഴുകി വൃത്തിയാക്കി ഉണക്കി നമുക്ക് വെച്ച് തരും. അപ്പോൾ പിന്നെ രാവിലെ നമ്മൾ അതങ്ങ് എടുത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ പോയി കുളിച്ചു, എന്നിട്ട് വന്നിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര വലുതായിട്ടൊന്നും ചെയ്യാൻ എനിക്കറിയില്ല. ജസ്റ്റ് ഒരു ടോണർ ചെയ്യും, പിന്നെ ഒരു സിറം ചെയ്യും, പിന്നെ ഒരു മോയ്സ്ചറൈസർ ചെയ്യും. ഇത്രേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. രാവിലെയും വൈകിട്ടും ഇത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം നേരെ പോയി പ്രാർത്ഥിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.